മലയാളികൾക്ക് എന്നും സുപരിചിതയായ ഒരു താരം തന്നെയാണ് രഞ്ജിത എന്ന് പറയുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയിൽ നായികമാർക്കൊപ്പം തന്നെ അത്രയധികം പ്രാധാന്യമുള്ള മുൻനിരയിൽ നിന്നിട്ടുള്ള ഒരു നായിക അത് തന്നെയായിരുന്നു രഞ്ജിത. വളരെ കുറച്ച് മലയാള സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും താരം മലയാളികളുടെ മനസ്സിൽ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. തെന്നിന്ത്യൻ ചലച്ചിത്ര ടെലിവിഷൻ പ്രേക്ഷകർക്ക് പോലും ഏറെ സുപരിചിത തന്നെയാണ് രഞ്ജിത എന്ന് പറയുന്നത്. സിനിമയിൽ വരുന്നതിന് മുൻപ് വോളിബോൾ താരമായിരുന്നു രഞ്ജിത. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വിവിധ മത്സരങ്ങളിൽ താരം പങ്കെടുത്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലെ നിരവധി ചലച്ചിത്രങ്ങളിൽ ഇവർ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. കടപ്പ റെഡ്ഡമ്മ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് രഞ്ജിത അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് 1992 പുറത്തിറങ്ങിയ നാടോടി തെன்றൽ എന്ന തമിഴ് ചിത്രത്തിലൂടെ താരം തമിഴിലും അരങ്ങേറ്റം കുറിച്ചു. 1999 വരെ നിരവധി തമിഴ് ചിത്രങ്ങളിൽ നായികയായിട്ട് തന്നെ രഞ്ജിത വേഷമിട്ടു. മാഫിയ, ജോണി വാക്കർ, കൈക്കുടന്ന നിലാവ്, വിഷ്ണു തുടങ്ങിയ മലയാള ചിത്രങ്ങളിലൂടെ താരം മലയാളത്തിലേക്കും എത്തി. എന്നാൽ വിവാഹശേഷം സാധാരണ എല്ലാ നായികമാരെയും പോലെ താരവും അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്നു. അതിനുശേഷം 2001 താരം തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് അതിനുശേഷം നിരവധി ചലച്ചിത്രങ്ങളിലും അതുപോലെ തന്നെ ടെലിവിഷൻ പരിപാടികളിലും പ്രധാന വേഷങ്ങളിൽ താരം ശ്രദ്ധിക്കപ്പെട്ടു. 2007 രഞ്ജിത തൻ്റെ വിവാഹബന്ധം വേർപിരിയുകയും ചെയ്തു. അതിനുശേഷമാണ് താരത്തിൻ്റെ ജീവിതത്തിലെ പിന്നീടുള്ള വിവാദ രംഗങ്ങൾ അല്ലെങ്കിൽ വിവാദ സമയങ്ങൾ ഉണ്ടാകുന്നത്. 2010 രഞ്ജിതയും വിവാദ ആൾദൈവം സ്വാമി നിത്യാനന്ദയും തമ്മിലുള്ള ലൈംഗിക ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. അന്ന് സൺ ടിവിയാണ് ഈ ഒരു വീഡിയോ പുറത്തു കൊണ്ടുവന്നത്. വീഡിയോ കെട്ടിച്ചമച്ചതാണെന്നും അതിൽ കാണിക്കുന്ന സ്ത്രീ താനല്ലെന്നും രഞ്ജിത പറഞ്ഞു. ഈ വീഡിയോയിലൂടെ താനല്ല ഈ ഒരു സ്ത്രീ എന്ന് രഞ്ജിത വാദിക്കുകയും ഈ വീഡിയോ കെട്ടിച്ചമച്ചതാണെന്നും അന്ന് രഞ്ജിത വാദിച്ചു. അതിൽ കാണുന്നയാൾ ഞാനല്ല. ഈ സമയം ധ്യാനപീഠ ആശ്രമത്തിലെ മുറിയിൽ സന്യാസിനിയുമായി സംസാരിക്കുകയായിരുന്നു എന്നാണ് അന്ന് രഞ്ജിത പറഞ്ഞത്. സ്വാമി നിത്യാനന്ദയും രഞ്ജിതയും ഉൾപ്പെട്ട വിവാദ ലൈംഗിക വീഡിയോ മോർഫ് ചെയ്തതല്ലെന്ന് പിന്നീട് സ്ഥിരീകരിച്ച് കേന്ദ്ര ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. വിവാദമുണ്ടായി 7 വർഷങ്ങൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. 7 വർഷം മുൻപ് സ്വകാര്യ ചാനലുകൾ നിത്യാനന്ദയും രഞ്ജിതയും ഉൾപ്പെട്ട ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്ന സമയത്ത് ഇതിനെതിരെ ഇവർ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ പേരിൽ താൻ അധിക്ഷേപിക്കപ്പെടുകയാണ്, എന്റെ കരിയറും നശിച്ചു, എന്നെ വിശ്വസിച്ച ആളുകൾക്കും സംശയമായി എന്നായിരുന്നു അന്ന് രഞ്ജിത മാധ്യമങ്ങളോട് പറഞ്ഞത്. കേസിനെ കുറിച്ച് CID അന്വേഷണം നടത്തണമെന്നായിരുന്നു താരം ബംഗളൂർ കോടതിയിൽ കേസ് നൽകിയത്. ഇതിനു പിന്നാലെ ബംഗളൂരുവിലെ ഫോറൻസിക് ലബോറട്ടറി വീഡിയോ കെട്ടിച്ചമച്ചതല്ലെന്ന് വീണ്ടും റിപ്പോർട്ട് നൽകി. എന്നാൽ 2012 നിത്യാനന്ദ അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനലിസ്റ്റുകളിൽ നിന്ന് റിപ്പോർട്ട് നേടി വീഡിയോ വ്യാജമാണെന്ന് വാദിച്ചിരുന്നു. കർണാടക CIDക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പും കൈമാറിയിരുന്നു. എന്നാൽ നവംബർ 22 കേന്ദ്ര ഫോറൻസിക് വിഭാഗം വീഡിയോ പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടിൽ ഇത് വ്യാജമല്ല എന്ന് വീണ്ടും വ്യക്തമാകുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് രഞ്ജിതയെ ആരും മുൻപിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും ശരി. അഭിനയ രംഗത്തും അതുപോലെ തന്നെ കരിയറിലും തൻ്റെ ജീവിതം ഒരു വഴിക്ക് വച്ച് എല്ലാ പേരും വിമർശിച്ച് ഇല്ലാതാക്കി എന്ന് തന്നെയാണ് രഞ്ജിതയുടെ വാദവും. ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ കള്ളമല്ല സത്യമാണ് എന്ന് തെളിഞ്ഞതോടുകൂടി രഞ്ജിതയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെടുകയായിരുന്നു.